quantum mechanics of hydrogen like atoms. Quantum mechanics of hydrogen like atoms. The simplest atom is hydrogen. The Schrödinger equation can solve exactly for hydrogen atom. നമ്മൾ എന്താ പറഞ്ഞത്? Schrödinger equation എന്ന് പറയുന്നത് എക്സാക്ട്ലി സോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്തിനു വേണ്ടി മാത്രമാണ്? ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിന് മാത്രമാണ്. അതെന്തുകൊണ്ടാ? മോർ ദാൻ 1 ഇലക്ട്രോൺ വന്ന അവിടെ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ റിപ്പൾഷൻ എന്ന് പറഞ്ഞൊരു ടേമും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വരും. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തിരിക്കുന്നത്? 1 ഇലക്ട്രോൺ സിസ്റ്റത്തിന് മാത്രമാണ് സ്ക്രോണിജർ ഇക്വേഷൻ എക്സാക്ട്ലി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്നത്. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇനി ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റം ആണ് അല്ലെ? ഏതൊക്കെയാ 2 പാർട്ടിക്കിൾ? ഹൈഡ്രജൻ ആറ്റത്തിലെ 2 പാർട്ടിക്കിൾ ഏതൊക്കെയാ? ഹൈഡ്രജൻ ആറ്റത്തിലെ 2 പാർട്ടിക്കിൾ? പ്രോട്ടോണും. ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ അതിലൊരു ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ? അതേപോലെ തന്നെ എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഒരു ന്യൂക്ലിയസും ഉണ്ട്, അതേപോലെ ഒരു ഇലക്ട്രോണും ഉണ്ട്. ന്യൂക്ലിയസിൽ എന്താ ഉണ്ടാവുക? ഒരു പ്രോട്ടോൺ അല്ലെ? ഇവിടെ ഉള്ളത് ഒരു ഇലക്ട്രോൺ. The hydrogen atom is a 2 particle system. ഇനി ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ എന്ത് സംഭവിക്കും? ഒരു കൂളംബിക് അട്രാക്ഷൻ ഉണ്ടാവും. കാരണം ഇതിന്റെ ചാർജ് എന്താ? പോസിറ്റീവ് ചാർജ് അല്ലെ? കാരണം ഒരു പ്രോട്ടോൺ അല്ലേ ഉള്ളത്. ഇവിടെ ഉള്ളത് എന്താ? ഒരു ഇലക്ട്രോൺ ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് തമ്മിൽ ഒരു കൂളംബിക് അട്രാക്ഷൻ ഉണ്ടാവും. Hydrogen atom is a 2 particle system in which the nucleus and electron interact according to Coulomb's law. നമ്മൾ പറഞ്ഞു നമ്മളിവിടെ ഹൈഡ്രജൻ ആറ്റത്തിനെ അല്ല ഡീൽ ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ്? ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസിനെയാണ് ഡീൽ ചെയ്യുന്നത്. ഈ എല്ലാ ആറ്റംസ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഹീലിയം പ്ലസ് എടുക്കുകയാണെങ്കിലും ലിഥിയം 2+ എടുക്കുകയാണെങ്കിലും എല്ലാത്തിലും എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? എത്ര ഇലക്ട്രോൺ സിസ്റ്റാ? 1 ഇലക്ട്രോൺ സിസ്റ്റം ആണ്. ഹീലിയം പ്ലസ് ആണെങ്കിലും ലിഥിയം 2+ ആണെങ്കിലും എല്ലാം 1 ഇലക്ട്രോൺ സിസ്റ്റം ആണ്. അപ്പൊ നമുക്ക് ജനറലി ഇങ്ങനെ എടുക്കാം. This is an atom with 1 electron. And set protons in the nucleus. Set എന്ന് പറയുന്നത് ഈ ചാർജ് കേട്ടോ. The values set equal to 1, 2, 3, etc. for hydrogen, helium plus, lithium 2+ respectively. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഈ 1 ആണ് ഹൈഡ്രജന്, ഹീലിയത്തിന് 2 ആണ്, ലിഥിയത്തിന് 3 ആണ്. നമുക്കറിയാലോ സെഡ് എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺസ്. Z is the number of protons. ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ സ്ക്രോണിജർ ഇക്വേഷൻ എക്സാക്ട്ലി സോൾവ് ചെയ്യാൻ പറ്റുന്നതിന് മാത്രമാണ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിന് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്ക്രോണിജർ ഇക്വേഷനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഹൈഡ്രജൻ പറ്റും, ഹീലിയം പ്ലസ് പറ്റും, ലിഥിയം 2+ ഒക്കെ പറ്റും. അതിലെന്താ പ്രത്യേകത? അതെല്ലാം 1 ഇലക്ട്രോൺ സിസ്റ്റം ആണ്. ഇനി ഒരു 1 ഇലക്ട്രോൺ സിസ്റ്റം എടുക്കുമ്പോൾ അതിന്റെ ന്യൂക്ലിയസും അതേപോലെ തന്നെ ഇലക്ട്രോണും തമ്മിൽ ഒരു കൂളംബിക് എന്തുണ്ട്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഇന്ററാക്ഷനിലാണ് ഈ ന്യൂക്ലിയസിനോട് ബൗണ്ട് ചെയ്ത് എന്ത് നിൽക്കുന്നത്? ഇലക്ട്രോൺ ബൗണ്ട് ചെയ്ത് നിൽക്കുന്നത്. ഇനി നമ്മൾ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് എടുക്കുമ്പോൾ Z എന്ന് പറയുന്നത് എന്തിനാ കാണിക്കുന്നത്? വിച്ച് റെപ്രസെന്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്.
നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നാണ്. നിങ്ങൾക്ക് ആ ഡെറിവേഷനിൽ ഞാൻ പൊട്ടൻഷ്യൽ എനർജി നേരിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കിട്ടിയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. Then the potential energy is equal to നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും കൂളംസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്താ? പൊട്ടൻഷ്യൽ എനർജി is equal to Q1 Q2 divided by 4 pi epsilon 0 R. Q1 Q2 divided by 4 pi epsilon 0 R. ഇത് നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. കൂളംസ് ലോ. പൊട്ടൻഷ്യൽ എനർജി is equal to Q1 Q2 divided by 4 pi epsilon 0. അത് Q1 എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ ചാർജ്, Q2 എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ്. Where Q1 is the charge of proton, Q2 is the charge of electron. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? പ്രോട്ടോണിന്റെ ചാർജിന് എങ്ങനെ എഴുതാം? എത്ര പ്രോട്ടോൺ ഉണ്ട് അതേ ഇൻറ്റു ചാർജ്, Z ഇൻറ്റു ഇ. നമുക്കറിയാം ചാർജ് രണ്ടിന്റെ സെയിം ആണ് അല്ലെ. പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ ചാർജ് എടുക്കുകയാണെങ്കിൽ സെയിം ആണ്. അപ്പൊ ഇ ആണ് ആ ചാർജ് എന്ന് വിചാരിക്കുക. എത്ര പ്രോട്ടോൺസ് ഉണ്ട്? Z പ്രോട്ടോൺസ് ഉണ്ട്. അപ്പൊ Z ഇൻറ്റു ഇ ചെയ്താൽ പ്രോട്ടോണിന്റെ ചാർജ് കിട്ടും. ഇൻറ്റു Q2 എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ്. അപ്പൊ മൈനസ് ഇ ഡിവൈഡഡ് ബൈ 4 pi epsilon 0 R. എന്തുകൊണ്ട് നമ്മളിവിടെ മൈനസ് സൈൻ കൊടുക്കാനുള്ള കാരണം എന്നറിയോ? മൈനസ് സൈൻ കൊടുക്കാനുള്ള കാരണം നമുക്കറിയാം ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ അട്രാക്ഷൻ ആണ് ഉള്ളത്. അട്രാക്ഷൻ എപ്പോഴും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. റിപ്പൾഷൻ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടി? മൈനസ് Z² ബൈ 4 pi epsilon 0 R. ഞാൻ ആ ഡെറിവേഷൻ തന്നതില് നേരിട്ട് പൊട്ടൻഷ്യൽ എനർജിക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇത്രയും നിങ്ങൾ പറയണമെന്നില്ല എക്സാമിന്. നിങ്ങൾക്ക് സ്ക്രോണിഞ്ചർ ഇക്വേഷൻ തൊട്ട് നമുക്ക് എഴുതാൻ വേണ്ട ഡെറിവേഷന്. പക്ഷെ ഈ ടേം എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇത് ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ് മിസ്. ഓക്കെ, ഇനി നമുക്ക് ഡെറിവേഷൻ. ഈ പാർട്ട് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ എക്സാമിന്. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇനി നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റം ലൈക്ക് ആറ്റത്തിന്റെ സ്ക്രോണിഞ്ചർ ഇക്വേഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്തും? നിങ്ങളും ഒപ്പം പറയണം കേട്ടോ, കാരണം നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ ഒപ്പം പറയാം. എന്താ സ്ക്രോണിഞ്ചർ ഇക്വേഷൻ എന്ന് പറഞ്ഞാ? എന്താ സ്ക്രോണിഞ്ചർ ഇക്വേഷൻ? H cap psi equal to E psi. H cap psi is equal to E psi. ഇനി എന്താ H cap എന്ന് പറഞ്ഞാൽ എന്താ? minus H cut square by 2 mu del square plus Vm psi equal to E psi. എമ്മിനെ മ്യൂ വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്? ഒന്നിൽ കൂടുതൽ മാസസ് വരുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യും. ഇവിടെ എന്തുണ്ട്? പ്രോട്ടോണിന്റെ മാസം ഉണ്ട്, ഇലക്ട്രോണിന്റെ മാസം ഉണ്ട്, അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ മാസം ഉണ്ട്, ഇലക്ട്രോണിന്റെ മാസം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വി റീപ്ലേസ് എം ബൈ മ്യൂ. മൈനസ് H ക്രോസ് സ്ക്വയർ ബൈ 2 മ്യൂ ഡെൽ സ്ക്വയർ ബി സൈ ഈക്വൽ ടു ഇ സൈ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി എന്താ ചെയ്യേണ്ടത്? spherical polar coordinates സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ എക്സ്പ്രസ് ചെയ്യണം. എല്ലാവരും എഴുതിക്കോളൂ കേട്ടോ. മൈനസ് H ക്രോസ് സ്ക്വയർ ബൈ 2 മ്യൂ 1 ബൈ R സ്ക്വയർ ഡോ ബൈ ഡോ R സ്ക്വയർ ഡോ ബൈ ഡോ പ്ലസ് 1 ബൈ R സ്ക്വയർ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ പ്ലസ് 1 ബൈ R സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡോ സ്ക്വയർ ബൈ ഡോ ഫൈ സ്ക്വയർ. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? സ്പെറിക്കൽ കോർഡിനേറ്റിലെ ഡെൽ സ്ക്വയറിനെ എക്സ്പ്രസ് ചെയ്തു. ഇനി എന്താ ഉള്ളത്? പ്ലസ് പൊട്ടൻഷ്യൽ എനർജി നമ്മളിപ്പോ കണ്ടുപിടിച്ച എത്രയാ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്?
minus z square by 4 Z square by 4 pi z epsilon 0 square by r 4 pi epsilon 0 r into psi is equal to E psi. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈന് ഉള്ളിലേക്ക് കൊടുക്കാം. അതായത് ഇതാണ് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞ ടേം, ഇത് വി. അപ്പൊ രണ്ടിലേക്കും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നു. മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2 മ്യൂ 1 by r square dou by dou r square dou by dou r plus 1 by r square sin theta dou by dou theta sin theta dou by dou theta plus 1 by r square sin square theta dou square by dou phi square psi minus z square by 4 pi epsilon 0 r psi is equal to E psi. Equation number 1. ഇതുവരെ ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ psi എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? 3 കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ? ഏതൊക്കെയാ കോർഡിനേറ്റ്? r, തീറ്റ, ഫൈ അല്ലെ? സൈ എന്ന് പറയുന്നത് 3 കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സൈന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ 3 കോർഡിനേറ്റിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. സിൻസ് സൈ ഈസ് ഡിപ്പെൻഡ് ഓൺ r, തീറ്റ ആൻഡ് ഫൈ. Since psi depends on r, theta, phi, we express psi r, theta, phi as a product of r, theta and phi. നമ്മൾ എന്ത് ചെയ്തു? സൈനെ ഈ 3ന്റെ പ്രോഡക്റ്റ് ആക്കി എഴുതി. അതായത് ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് എന്താ, 3 വേവ് ഫംഗ്ഷൻ കിട്ടി കഴിഞ്ഞാൽ ടോട്ടൽ വേവ് ഫംഗ്ഷൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് എടുക്കണം. 3 എനർജി കിട്ടി ടോട്ടൽ എനർജി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? സം ചെയ്യണം. അപ്പൊ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? r ഇക്വേഷൻ സോൾവ് ചെയ്യും, തീറ്റ ഇക്വേഷൻ സോൾവ് ചെയ്യും, ഫൈ ഇക്വേഷൻ സോൾവ് ചെയ്യും. അതിന്റെ 3ന്റെയും പ്രോഡക്റ്റ് എടുത്താൽ എന്താണ്? ടോട്ടൽ വേവ് ഫംഗ്ഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ അബവ് ഇക്വേഷൻ. സൈ ഉള്ളിടത്തൊക്കെ നമ്മൾ എന്ത് കൊടുക്കുക? r, തീറ്റ, ഫൈ എന്ന് കൊടുക്കാം. എന്ത് വരും? മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2 മ്യൂ 1 by r square dou by dou r square dou by dou r plus 1 by r square sin theta dou by dou theta sin theta dou by dou theta plus 1 by r square sin square theta dou square by dou phi square. ഇനി എന്ത് ചെയ്യണം? ഈ സൈഡ് പൊസിഷനിൽ എന്ത് കൊടുക്കണം? r, തീറ്റ, ഫൈ എന്ന് കൊടുക്കണം. r, തീറ്റ, ഫൈ മൈനസ് z സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 r. സൈക്ക് എന്ത് കൊടുക്കുക? r, തീറ്റ, ഫൈ which is equal to E. സൈക്ക് വീണ്ടും എന്ത് കൊടുക്കുക? r, തീറ്റ, ഫൈ. ക്ലിയർ ആയില്ലേ ഇത്? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്താ മനസ്സിലായി? അടുത്ത സ്റ്റെപ്പ് എന്താന്ന് മനസ്സിലായത്? r തീറ്റ 5 ഉള്ളിക്ക് r, തീറ്റ, ഫൈനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉള്ളിക്ക് കയറ്റുന്നു അല്ലെ? അപ്പൊ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2 മ്യൂ അത് അതേപോലെ തന്നെ ഇട്ടു. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ എന്താ? വിത്ത് റെസ്പെക്ട് ടു ആറിനോടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത് ഉള്ളിക്ക് കൊടുക്കാൻ പോവാ. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ആറിനോട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ? തീറ്റയും ഫൈയും കോൺസ്റ്റന്റ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിന് ഔട്ട് സൈഡ് എടുക്കാം. തീറ്റ, ഫൈ പിന്നെ 1 by r square dou by dou r square dou ഇവിടെ നമ്മൾ ആ r എഴുതി by dou r
പ്ലസ് അടുത്ത ടേം നോക്കുമ്പോ എന്താ വിത്ത് റെസ്പെക്ട് ടു തീറ്റോടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണത്. അപ്പൊ ആറും ഫൈവ് എന്ന് പറയുന്നത് എന്താ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് പുറത്തെടുത്തു ആർ 5. ബാക്കി 1/r² സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഡോ തീറ്റ ബൈ ഡോ തീറ്റ പ്ലസ് അടുത്ത ടേം എടുക്കുമ്പോഴോ വിത്ത് റെസ്പെക്ട് ടു ഫൈയോടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആറിനെയും തീറ്റേനെയും കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തു 1/. ആ സ്ക്രീൻ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നില്ല. കാണുന്നില്ലേ? കാണുന്നുണ്ടല്ലോ. മിസ് ആർ 1/r² ഡോ സ്ക്വയർ 5/ഡോ 5². ഇനി ബാക്കിയുള്ളത് അതേപോലെ തന്നെ എഴുതി മൈനസ് ZD² 4πε0 r of r theta of theta phi of phi is equal to E r of r theta of theta phi of phi. ഇവിടെ വരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. വിത്ത് റെസ്പെക്ട് എന്തിനോട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം നോക്കാം. ബാക്കിയുള്ളത് കോൺസ്റ്റന്റ് ആണ്, അത് ഔട്ട് സൈഡ് എടുത്ത് എഴുതി. ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. ക്ലിയർ ആണ് മിസ്. എന്താ അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് അപ്ലൈ ചെയ്യാണ് ത്രൂ ഔട്ട് -2μr² sin² θ/r θ phi. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ത്രൂ ഔട്ട് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പോവാണ്? മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. എന്ത് വെച്ചാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? -2μr² ബൈ h² sin² θ ബൈ r θ r phi. മൾട്ടിപ്ലൈ ചെയ്യുക -2μr² ബൈ h² sin² θ ബൈ r θ phi. എന്തായിരിക്കും കിട്ടാൻ നമുക്ക്? നമ്മൾ ആദ്യത്തെ ടേം എടുക്കാന്ന് വിചാരിക്കുക. ആദ്യത്തെ ടേം എടുക്കുമ്പോൾ എന്ത് ചെയ്യാ? ഈ -h² ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? -h² 2μ കൂടി ക്യാൻസൽ ചെയ്യും. അതേപോലെ r² ക്യാൻസൽ ചെയ്യും. ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? sin² തീറ്റ, പിന്നെ r തീറ്റ ഫൈല് തീറ്റ ഫൈയും ക്യാൻസൽ ചെയ്യും. ഉണ്ടാവുക sin² തീറ്റ ബൈ r 1/1 ഇതില്ലല്ലോ ഡോ ബൈ ഡോ r r² ഡോ r ബൈ ഡോ r. ഇതെങ്ങനെ വന്നെന്ന് ക്ലിയർ ആയോ? ഇതിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു -h² ബൈ 2μ. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? -2μയും h² ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ ഒരു r² ഉണ്ട്, അതും ഇതും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ r തീറ്റ ഫൈ, അപ്പൊ തീറ്റ ഫൈയും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? sin² തീറ്റ ബൈ r. പിന്നെ ഇവിടുത്തെ ടേം ഡോ ബൈ ഡോ r r² ഡോ r ബൈ ഡോ r. റിപ്പീറ്റ് ചെയ്യണോ? ഞാൻ തന്ന ആ പേപ്പറിൽ ഓരോ സ്റ്റെപ്പിക്കുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ക്ലിയർ ആണോ എല്ലാവർക്കും? അതെ മിസ്. ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാൻ പറയാട്ടോ. ഓക്കെ, ഇനി അടുത്ത ടേം എടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഇതാണ് നമ്മുടെ അടുത്ത ടേം എന്ന് പറയുന്നത് അല്ലെ. അടുത്ത ടേം എടുക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണേ? -2μr² ബൈ h² sin² തീറ്റ ബൈ r തീറ്റ ഫൈ. എന്ത് സംഭവിക്കും? ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ -2μ h² പോയി, r² പോയി, r ഫൈയും പോയി, സൈൻ തീറ്റയും sin² പോയി. ബാക്കി എന്താ ഉള്ളത്? സൈൻ തീറ്റ ബൈ തീറ്റ, പിന്നെ ഈ ടേം സൈൻ തീറ്റ ബൈ തീറ്റ ഡോ തീറ്റ ബൈ ഡോ തീറ്റ.
അയ്യോ സൈൻ തീറ്റ ബൈ തീറ്റ ഡോ ബൈ ഡോ തീറ്റ സൈൻ തീറ്റ ഡോ തീറ്റ ബൈ ഈ ടേം അങ്ങനെ തന്നെ എഴുതും. ഇനി അടുത്ത ടേമിൽ വരുമ്പോഴോ -2μr²/h² സൈൻ സ്ക്വയർ തീറ്റ ബൈ ആർ തീറ്റ ഫൈ. ഇത് ഓൾറെഡി ഈ ടേം വരുമ്പോൾ ഇത്രയും ടേംസ് എന്തായാലും ക്യാൻസൽ ചെയ്യും. പിന്നെ r² ക്യാൻസൽ ചെയ്തു, സൈൻ സ്ക്വയർ തീറ്റയും സൈൻ സ്ക്വയർ തീറ്റയും ക്യാൻസൽ ചെയ്തു, 6 തീറ്റ ക്യാൻസൽ ചെയ്തു. അപ്പൊ ബാക്കി എന്താ ഉള്ളത്? 1/5 ഡോ സ്ക്വയർ 5 ഡോ 5². ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെയാണ്. ഇതിനെ ചെയ്യുമ്പോൾ എന്താ? 2μr²/h² സൈൻ സ്ക്വയർ തീറ്റ ബൈ ആർ തീറ്റ ഫൈ. എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് പോവും? എന്തൊക്കെ ക്യാൻസൽ ചെയ്യും? ആർ തീറ്റ ഫൈയും ആർ തീറ്റ ഫൈയും ക്യാൻസൽ ചെയ്തു. മൈനസ് ഇൻറ്റു മൈനസ് എന്താ? പ്ലസ് ആവും അല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ്. അപ്പൊ അതാ എഴുതാ പ്ലസ് ZD² ബൈ 4πε0r. ടു μr²/h² സൈൻ സ്ക്വയർ തീറ്റ. അത് നമ്മളിപ്പോ ക്യാൻസൽ ചെയ്ത് കളയാത്ത, നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാം r², പക്ഷെ അത് നമുക്ക് പിന്നത്തെ സ്റ്റെപ്പിൽ ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാത്തത് കേട്ടോ. ZD² ബൈ 4πε0r ഇവിടുത്തെ പാർട്ട്. ആർ തീറ്റ ഫൈ മാത്രം ക്യാൻസൽ ചെയ്തു. 2μr²/h² സൈൻ സ്ക്വയർ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? -2μr²/h² സൈൻ സ്ക്വയർ തീറ്റ. ആർ തീറ്റ ഫൈ നമ്മൾ ക്യാൻസൽ ചെയ്ത ബാക്കി ഇവിടെ ഇ. ഇതുവരെ ക്ലിയർ ആയോ? ക്ലിയർ ആണ്. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ?